ഫസ്റ്റ് ഓഫ് ഓൾ +2 വരെ ഞാൻ ഗേൾസ് ഓൺലിയിൽ പഠിച്ചതാണ്. നേരെ വീട്ടിൻ്റെ അവിടെ വരും ട്രാൻസ്പോർട്ട്, പിന്നെ സ്കൂള്, ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെത്. ഞാനിപ്പോൾ ഓൺലൈനിൽ പഠിച്ചതാണ്, അതുകൊണ്ട് ഒത്തിരി ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്ന ശേഷം ഓഫ്ലൈൻ ഒരു എക്സ്പോഷർ കിട്ടുന്നുണ്ട്. ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര മിങ്കിളാണ്, ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ക്ലാസ് റിയലി എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ പരിപാടികൾ ഒക്ടോബർ ഫെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് ആക്ച്വലി സ്റ്റുഡൻസിന് വേണ്ടി മാത്രം കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിട്ട് എനിക്ക് തോന്നിയത്. കംപ്ലീറ്റ്ലി ജർമ്മൻ ഓറിയൻറ്റഡ് ആയിരുന്നു. അവിടുത്തെ കൾച്ചറും പിന്നെ ഫുഡും കാര്യങ്ങളും നമുക്കെന്തോ അവിടെ പോയൊരു വൈബ് കിട്ടും. ഹായ് ഹലോ, ദിസ് ഇസ് അൽഷിഫ. ഐ എം കറന്റ്ലി ഡൂയിങ് B2 at EduFlair ആൻഡ് ദിസ് ഇസ് ഫ്ലെറിൻ, കറന്റ്ലി ഡൂയിങ് A2 at EduFlair. പേഴ്സണൽ ചോയ്സ് ആണോ ഇപ്പോഴും നേഴ്സിംഗ്, അതോ കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനിപ്പോൾ നേഴ്സിംഗ് പഠിച്ചപ്പോഴാണെങ്കിലും കൂടുതൽ കുട്ടികളെയും വീട്ടുകാർ നിർബന്ധിച്ച് വിട്ട് വീട്ടുകാരുടെ ആ കമ്പൽ ചെയ്തതിന്റെ പുറത്ത് നേഴ്സിംഗ് പഠിക്കുന്നവരാണ്. ഇല്ല, ഞാനിപ്പം നേഴ്സിംഗ് പഠിച്ചപ്പോഴും എന്റെ ബാച്ചിൽ 50 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ കോഴ്സ് കംപ്ലീഷനിലേക്ക് എത്തിയപ്പം 35 പേരാണ് പാസ് ഔട്ട് ആയത് എന്റെ ബാച്ചില്. അതില് ഏകദേശം ഒരു 4-5 പേര് കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് വരെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ നമുക്കൊരു പ്രൊഫഷൻ വേണം, നേഴ്സിങ്ങിനോട് താല്പര്യം ഉണ്ടെന്ന് മനസ്സിലാക്കി നേഴ്സിംഗിലേക്ക് ഇറങ്ങി ചെന്നിട്ടേ കാര്യമുള്ളൂ. കംപ്ലീറ്റ്ലി ഞാൻ ചൂസ് ചെയ്ത കൺട്രി ആണെങ്കിലും ആൻഡ് ലാംഗ്വേജ് പിന്നെ പ്രൊഫഷൻ ആണെങ്കിലും എല്ലാം എൻ്റെ ചോയ്സ് തന്നെയാണ്. ലൈക്ക് വീട്ടുകാരങ്ങനെയാണ്, നീ എന്ത് പറയുന്നോ അതുപോലെ, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം എൻ്റെ കംപ്ലീറ്റ്ലി എൻ്റെ ചോയ്സാണ്. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ +2 കഴിഞ്ഞതിന് ശേഷം വന്നതാണോ വേറെ ഡിഗ്രി കോഴ്സ് എന്തെങ്കിലും? ഇല്ല, +2 കഴിഞ്ഞ് ഡയറക്റ്റായി വന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ +2 വരെ ഞാൻ ഗേൾസ് ഓൺലിയിൽ പഠിച്ചതാണ്. ഗേൾസ് ഓൺലിയിൽ പഠിച്ച് അങ്ങനെയായിരുന്നു. എനിക്ക് വലിയ പുറമേ ആയിട്ട് വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ വീട്ടിൻ്റെ അവിടെ വരും ട്രാൻസ്പോർട്ട്, പിന്നെ സ്കൂള്, ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെത്. പിന്നെ ഇവിടെ കോഴിക്കോട് സിറ്റിയിൽ വന്നിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുകയാണ് ഇപ്പോൾ. ആൻഡ് ഇപ്പോൾ കറൻ്റ്ലി B2 ആണ്. ക്ലാസ്സസ് ഒക്കെ അടിപൊളിയായി പോകുന്നു. A1 ഒക്കെ നാഗേഷ് സാർ എടുത്ത്, പിന്നെ വിശാൽ സാറൊക്കെ ആയിരുന്നു. ഫണ്ണാണ്. ELSP ആക്ടിവിറ്റീസ് ആണെങ്കിലും നമ്മൾ ഇടയ്ക്കൊക്കെ ദീപ് സാറൊക്കെ ഡംഷറാട്സ് ഒക്കെ കളിപ്പിക്കും. അതിനുള്ള സിറ്റപ്സ് ആയിട്ട് പണിഷ്മെൻറ്റും അപ്പോൾ എല്ലാം ലൈക്ക് അവർ ഡംഷറാട്സ് കളിപ്പിക്കുകയാണെങ്കിൽ പോലും ജർമ്മൻ ഫിലിംസും അങ്ങനെയൊക്കെ വെച്ച് കളിപ്പിക്കും. സോ നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ അത് ആക്ട് ചെയ്ത് ഓർക്കത് ജർമ്മനിൽ ക്യാച്ച് ചെയ്യാൻ പറ്റണം. അപ്പോൾ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നല്ലതാണ്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ പരിപാടികൾ ഗ്രാഡിയസ്റ്റ് ഒക്കെ വാസ് സോ ഗുഡ്. പിന്നെ നമ്മളൊക്കെ അന്ന് നല്ലോണം എൻജോയ് ആക്കിയിരുന്നു. പിന്നെ അത് ഇനി ഒക്ടോബർ ഫെസ്റ്റ് നടന്ന്, ഓണം നടന്ന്. ഒക്ടോബർ ഫെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് ആക്ച്വലി സ്റ്റുഡൻസിന് വേണ്ടി മാത്രം കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിട്ട് എനിക്ക് തോന്നിയത്. കംപ്ലീറ്റ്ലി ജർമ്മൻ ഓറിയൻറ്റഡ് ആയിരുന്നു. അവിടുത്തെ കൾച്ചറും കുറേ കൾച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. കണ്ടിരുന്നില്ലേ? കുറേ കൾച്ചറും പിന്നെ ഫുഡും കാര്യങ്ങളും നമുക്കെന്തോ അവിടെ പോയൊരു വൈബ് കിട്ടും ഒക്ടോബർ ഫെസ്റ്റിനൊക്കെ. പിന്നെ ഓണം ആണെങ്കിലും അടിപൊളിയായിരുന്നു. അങ്ങനെയൊക്കെ പോകുന്നു. ലൈക്ക് രണ്ടും ബാലൻസ്ഡ് ആയി പോവാണ് ഇവിടെ ക്ലാസ്സസ് ഒക്കെ. ഇവിടെ വന്നതിന് ശേഷം B1 B2 ഞാനിപ്പം A2ലേക്ക് ജോയിൻ ചെയ്താണ്. എനിക്ക് അറിയത്തില്ല കൂടുതൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും. അപ്പോൾ B1 B2ലേക്ക് എത്തിയപ്പോൾ B1 B2 എത്തിയപ്പോൾ അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ടായിരുന്നു. A1 A2 എന്ന് പറയുമ്പോൾ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ബേസിക്സ് പോലെ തോന്നി. B1 എത്തുമ്പോൾ കുറച്ച് ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. ദെൻ B2 പറയുമ്പോൾ കംപ്ലീറ്റ്ലി നമ്മുടെ സെൽഫായിട്ടുള്ള സാധനമാണ്. നമുക്ക് സ്പീക്കിംഗ് ആണെങ്കിലും നമുക്ക് ലൈക്ക് ഫ്രീ ഫ്ലോ ആയിട്ട് കിട്ടണം, അങ്ങനത്തെ ഒരു സാധനമാണ്. B1 B2 എനിക്ക് നല്ലൊരു വേരിയേഷൻ ഫീൽ ചെയ്തു. പക്ഷെ എന്നാലും പ്രാക്ടീസ് ചെയ്ത് കിട്ടും. കൂടുതലും പോർഷൻസ് കൂടുതൽ B1 B2ലേക്ക് എത്തുമ്പോഴാണോ അതോ ബേസിക്സ് ആയിട്ട്? ആണ് B1 B2 എത്തുമ്പോൾ തന്നെയാണ്. A1 A2 എന്നൊക്കെ പറയുമ്പോൾ ബേസിക് ആയ സാധനങ്ങളാണല്ലോ. നമ്മൾ A1 ബേസിക് വേർഡ്സും ടൈമും അങ്ങനെയൊക്കെ പഠിക്കും. A2 കുറച്ച് മെല്ലെ സ്പീക്കിംഗ് ഒക്കെ നല്ല ലെവൽഡായി തുടങ്ങും. B1 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഗ്രാമർ തുടങ്ങും. ഗ്രാമർ പോർഷൻസ് കുറച്ചും കൂടി കൂടുതലാവും. പിന്നെ B2 എന്ന് പറയുന്നത് ഈ പഠിച്ച സാധനങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. B1 നമ്മൾ പഠിച്ചതും B2 കുറച്ച് ഗ്രാമറും കൂടെ ഉണ്ട്. ഇതെല്ലാം കൂടെ അപ്ലൈ ചെയ്ത് നമ്മുടെ ഓൺ വേയിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് B2 ആയി ഫീൽ ചെയ്തത്. ആൻഡ് A2 അല്ലേ ഇപ്പോൾ കറന്റ്ലി? A2 ഇപ്പം എങ്ങനെയുണ്ട്? ഏറ്റവും നല്ല രീതിയിൽ പോകുന്നു. എനിക്ക് ഇവിടെ വന്നിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ക്ലാസ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ ELSP പീരീഡ് ആണെന്നുണ്ടെങ്കിലും എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. A1 വെച്ചിട്ടുണ്ടെങ്കിലും ഭയങ്കര കമ്പാരിറ്റീവ്ലി ഞാനിപ്പോൾ ഓൺലൈനിൽ പഠിച്ചതാണ്, അതുകൊണ്ട് ഒത്തിരി ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്ന ശേഷം ഓഫ്ലൈൻ ഒരു എക്സ്പോഷർ കിട്ടുന്നുണ്ട്. ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര മിങ്കിളാണ്, ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ക്ലാസ് റിയലി എനിക്ക് ഇഷ്ടപ്പെട്ടു. A1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ A2 ഡിഫറൻസ് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒരുപാടുണ്ട്. കാരണം A2 എത്തുമ്പോൾ കുറച്ചുകൂടി ഗ്രാമർ കോഞ്ചുഗേഷൻ എല്ലാം കൂടുതലാണ്. അതുപോലെ എക്സ്പ്രഷൻ ഒക്കെ ഉണ്ടല്ലോ അല്ലെ, കുറച്ചും കൂടെ പറയാൻ. ഒരുപാട് എത്തിയിട്ടില്ല കാരണം A2 ക്ലാസ് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. A1 സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ ആകെ കുറച്ച് സിഷ് ഫോസ്റ്റലനൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ വേഫ്രാഗെ ഓർഡറിനൊക്കെ.
പക്ഷേ A2 പറയുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് സംസാരിക്കാനുള്ള സാധനമുണ്ട്, ലൈക്ക് പോയിന്റ്സ് ഒക്കെ കണക്ട് ചെയ്ത് നമ്മുടെ രീതിക്ക് കുറച്ച് സംസാരിക്കാനുള്ള സ്റ്റഫ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ടാവും. പിന്നെ ഗ്രാമേഴ്സും എക്സ്ട്രാ ഉണ്ട് അല്ലേ? ഓക്കെ. പിന്നെ B1 കുറച്ചും കൂടെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്, A1 A2 കമ്പാരിറ്റീവ്ലി നല്ല എളുപ്പമായിരുന്നു. B1 എന്താ സംഭവിച്ചു പറഞ്ഞാൽ കുറച്ചും കൂടെ ആ ഒരു ചെറിയൊരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യാൻ തോന്നും. അതായത് ഗ്രാമേഴ്സ് എക്സ്ട്രാ ആവും. പിന്നെ സ്പീക്കിംഗ് ആണെങ്കിലും നമ്മുടെ സാധനം, നമ്മുടെ ഒരു സ്കിൽ ബേസ്ഡ് ആണ് എല്ലാം. പിന്നെ ഈ പഠിച്ച സാധനങ്ങളൊക്കെ നമ്മൾ B2 അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്.